8ാമത്തെ ദിവസം ഞങ്ങൾ സോൻമാർഗിൽ നിന്ന് നാട്ടിലോട്ട് തിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ദിവസം അവിടെ നിന്നുള്ളൂ സോൻമാർഗിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു. കറണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് തിരിക്കാൻ കാര്യം. കാരണം ഇന്നലെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് പോലും 52% ആയപ്പം കറണ്ട് പോയി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട അത്ര മതിയെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത്. നമ്മൾ ശ്രീനഗർ ചെന്ന് വിവാന്ത ദാൽവ്യൂവിൽ ഫുൾ ചാർജ് ചെയ്തുകൊണ്ട് താഴോട്ട് ഇറങ്ങും. നമ്മുടെ ടണൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു BPCLൻ്റെ പമ്പുണ്ട്, അവിടെയും കൂടെ ചാർജ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം അത് കഴിഞ്ഞിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിലൊക്കെ കറണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അങ്ങോട്ട് ഇറക്കമായതുകൊണ്ട് അധികം ചാർജ് വേണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ തണുപ്പ് കാലാവസ്ഥ മാറി ഞങ്ങൾ ചൂടിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ മൊത്തം ചൂട് കാലാവസ്ഥയാണ്. ഒരുപാട് വണ്ടികൾ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ടൂർ പാക്കേജൊക്കെ ആയിട്ട് ഒരുപാട് പേര് അങ്ങനെ പോരുന്നവരുമുണ്ട്. പലരും ഡൽഹിയിലും ജമ്മുവിലൊക്കെ വന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് പോരുന്നവർ ഒരുപാട് പേരുണ്ട്. ഏതായാലും നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. നമുക്ക് നെക്സോൺ EV കൊണ്ട് വന്നിട്ട് ഇത്രയും ദൂരം വരാൻ പറ്റി എന്നുള്ളത് തന്നെ തെറ്റി തീരുമാനിക്കും. നമുക്ക് ഏതായാലും നെക്സോൺ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ശ്രീനഗർ എത്തി. ദാൽവ്യൂവിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ വിവാന്ത ദാൽവ്യൂ ഹോട്ടലിലെ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ അവിടെയാണുള്ളത്. ഇത് ഇവിടെ ഫുൾ ചാർജ് ആക്കും. ചാർജ് ആക്കിയതിന് ശേഷം നമ്മൾ താഴോട്ട് തിരിക്കും. നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഒരു ക്രിക്കറ്റ് ബാറ്റ് മേടിച്ചു പിള്ളേർക്ക്. 200 രൂപ ആയതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇവിടെ കുടിൽ വ്യവസായം പോലെ റോഡിന് 2 വശത്തും ഫുള്ളായിട്ട് ബാറ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അത് കണ്ടപ്പം വഴിയിലിറങ്ങിയ ഒരു ബാറ്റ് മേടിച്ചു. അതെ, ഈ ഓഫീസിലാണ് ഞങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം അവിടുത്തെ സ്റ്റാഫ് ഒപ്പിച്ച് തന്ന്. ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, പറയാതിരിക്കാൻ. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതിൻ്റെ തുടക്കഭാഗമൊക്കെ നല്ലതാണ്, പക്ഷെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പം വഴി പണിയും ഭയങ്കര പൊടിയും എല്ലാമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. താഴോട്ട് വലിയ കൊക്കയാണ്, വലിയ കുഴിയാണ്. അത് നമ്മൾ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. ചിലരൊക്കെ സ്ഥിരമായിട്ട് പോകുന്നവരൊക്കെ പോകുന്നുണ്ട്, നമുക്ക് പേടിയാവും, ഇത്രയ്ക്ക് സ്പീഡിലാണ് അവർ പോകുന്നത്. ശ്രീനഗർ ജമ്മു ഹൈവേ ആണ്. കഴിഞ്ഞ ദിവസം രാത്രി വന്നുകൊണ്ട് ഏതാ റോഡ് ഏതാ വഴി എന്നൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ അങ്ങ് പോവായിരുന്നു. മൊത്തം സ്ഥലത്തും മണ്ണിടിഞ്ഞ് വീണേക്കുവാണ്. മൊത്തം സ്ഥലത്ത് ഒരിടവും ഇല്ല ഇടിയാത്തത്, മൊത്തം ഇടിഞ്ഞേക്കുവാണ്. പൊടിയുടെ ഒരു കളിയാണ്.
ഇവിടെ റോഡൊന്നും നനച്ചിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളന്ന് രാത്രി കയറി വന്ന അത്ര ബ്ലോക്കില്ല ഇപ്പം. പക്ഷേ ഈ ആടിനെയൊക്കെ മേയിച്ചവരൊക്കെ രാത്രിയിലെല്ലാം ഉണ്ട് റോഡിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വണ്ടിയെ കൊണ്ടുപോകാത്തതിന് കാര്യമാണ്. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ വണ്ടിയിലേ കൊണ്ടുപോകാൻ സമ്മതിക്കുള്ളൂ. പൊടിയാണ് മെയിൻ. അതുപോലെ ഈ ടണലിൻ്റെ ഫ്രണ്ട് വശത്ത് മണ്ണിടിഞ്ഞിട്ട് അത് മുഴുവൻ മൂടി കിടക്കുകയാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ തിരക്കും പണികളുമാണ് നമ്മളീ കാണുന്നത്. നമ്മളന്ന് രാത്രി കയറി വന്നത് നന്നായി, അല്ലെങ്കിൽ വഴി കണ്ട് പേടിച്ചു പോയേനെ. രാത്രിയിലായതുകൊണ്ട് ആ ഭീകരത മനസ്സിലായില്ല. ഇപ്പോഴത്തെ സൈഡിലായതുകൊണ്ട് നമുക്ക് താഴത്തെ കുഴി കാണേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. ഏതായാലും കൊള്ളാം. പക്ഷേ വഴിയുടെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ പണി തീർന്നേക്കുന്നിടത്തേക്ക് അടിപൊളിയാണ്, നമുക്കൊന്നും പറയാനില്ല. കാരണം അത്ര നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലോറിക്കാരാണേലും ഈ രാത്രിയിലെ ബ്ലോക്കിന് സമയത്ത് അവരൊരു ലോറിയുടെ ഇടയ്ക്ക് 2 വണ്ടി കയറ്റാവുന്ന രീതിയിൽ അവർ അത്രയും ഗ്യാപ്പിട്ട് അവർ പാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി എതിരെ വരുവാണെങ്കിൽ നമുക്ക് ഒതുക്കാൻ സ്ഥലമുണ്ട്. രാത്രിയിൽ ഈ വഴിയിൽ ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല. ഈ മോശമായി കിടക്കുന്നിടത്തെ എല്ലായിടത്തും ഇങ്ങനെ ഒരേ പ്രശ്നങ്ങളായിട്ടിരിക്കുക. പിന്നെ വഴിയൊക്കെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അതൊന്നും ഒരു കുറ്റവും പറയാനില്ല. ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മു ശ്രീനഗർ ഹൈവേയിൽ ഉള്ള ഒരു ടണലാണിത്. ഈ ടണലിലാണ് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നപ്പം കുറ്റാക്കൂരിട്ട് ഒരു ലൈറ്റും വെട്ടമൊന്നും ഇല്ലാതിരുന്നു. ഇപ്പോഴാണേലും ഫുള്ള് പൊടിയാണ് ഇതിനകത്ത്. പൊടി തങ്ങി നിൽക്കുക. കാരണം വെച്ചാൽ ഇതിൻ്റെ സിസ്റ്റംസ് ഒന്നും പിടിപ്പിച്ചിട്ടില്ല. അപ്പുറത്ത് ലാൻഡ് സ്ലൈഡ് വന്ന് വഴി ബ്ലോക്കായപ്പം വണ്ടികളെല്ലാം ഇതുവഴി തിരിച്ച് വിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. ലൈറ്റ് അങ്ങോട്ട് വരുമ്പോൾ അന്ന് ലൈറ്റും ഇല്ല. ഇപ്പം ഏതായാലും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് നമ്മൾ മേളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് എല്ലാം നല്ല തണുപ്പിക്കുന്ന പോലത്തെ കാഴ്ചകളാണ്. ഏതായാലും ഈ ടണൽ തുറന്നു വിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് മേളിലോട്ട് പോകാനായിട്ട് വഴിയുണ്ട്. ബേസിക്കൊന്നും തണുപ്പില്ല ഈ റോഡിൽ കൂടെ വന്ന്. ഫിൽറ്റർ മുഴുവൻ അടഞ്ഞു കിടക്കുവാന്ന് തോന്നുന്നു. നാട്ടിൽ വന്നിട്ട് വമ്പാൻ സർവീസ് തന്നെ ചെയ്യണം. വണ്ടി 2-3 ദിവസം കഴിയാലേ വൃത്തിയാവുള്ളൂ തോന്നുന്നു. അതുപോലെ കണ്ടില്ല. അവരെയൊക്കെ ഞങ്ങൾ വാഷ് ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും അത്ര കണ്ട് ഓക്കെ ആയിട്ടില്ല. ഫാനത്തിനാണോ ഓണം ചെയ്തത്? പുറത്താ പൊടി വലിച്ചകത്തോട്ട് വെച്ചത്. നമുക്ക് ഈ റോഡിൻ്റെ സൈഡിലെല്ലാം കാണാം മലയിടിഞ്ഞ് കിടക്കുന്നത്. ഇതിൻ്റെയൊക്കെ മണ്ടയിൽ ആൾക്കാർ താമസിക്കുന്നുമുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്? മേളിലോട്ടൊക്കെ വഴിയൊക്കെ വേറെ വല്ലയിടത്തിലും കാണുമായിരിക്കും. അതൊന്നും ഒരു ഐഡിയയും ഇല്ല. അതുപോലെ തന്നെ ഈ റോഡിൽ ഒരുപാട് പുതിയ ടണലുകളും പണിയുന്നുണ്ട്. ഈ നേരെ കാണുന്ന ഒരു ടണൽ പണിതുകൊണ്ടിരിക്കുന്നത്. ചിലയിടത്താണെങ്കിൽ ടണൽ ഇറക്കമാണ്, ചിലയിടത്ത് നിരപ്പ് കയറ്റം. എന്നാണേലും സംഭവം കൊള്ളാം. ജമ്മുവിലോട്ട് എത്തുന്നതിന് മുമ്പുള്ള ഒരു ബ്രിഡ്ജാണ്. അതിൻ്റെ 2 സൈഡും നല്ല ഇലിമിനേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഡാഡ മോട്ടോഴ്സ് എന്ന് പറയുന്ന ലുധിയാനയിലുള്ളൊരു ടാറ്റയുടെ മറ്റേ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ഷോറൂമാണ്. അവിടെ ഒരു ചാർജിങ് സ്റ്റേഷനിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സംഭവം നല്ലതാണ്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ബാത്റൂമൊക്കെ ഉണ്ട്. സ്റ്റാഫാണെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ്. ഇതാ ഡൽഹി ഔട്ടർ റിംഗ് റോഡിലുള്ള നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ആ വേസ്റ്റിൻ്റെ ഒരു മലയെന്ന് പറഞ്ഞില്ലേ, അതാണ് സംഭവം. ഇഷ്ടംപോലെ വണ്ടികൾ അവർക്കവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം വേസ്റ്റ് കൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളാതെ. നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്രയുടെ 3-ാമത്തെ ദിവസമാണ്. നമ്മൾ ആഗ്രയിലെ താജ്മഹലൊക്കെ കണ്ട് ഒരു 12:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് എങ്ങനെയെങ്കിലും സാഗർ എത്തണമെന്നോർത്താണ് ഇരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോയ ചാർജേഴ്സിൽ തന്നെ ചാർജ് ചെയ്താണ് ഇങ്ങോട്ട് വന്ന്. നമ്മൾ ആഗ്രയെ മാത്രം നോയിഡയിൽ
എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു ചാർജർ ഉണ്ടായിരുന്നു, അവിടെയാണ് ചാർജ് ചെയ്തത്. അത് മാത്രമേ ഒരു മാറി ചാർജ് ചെയ്തുള്ളൂ. ഇവിടെയെല്ലാം നല്ല ചൂടാണ്. വൈകുന്നേരം ആയാൽ പോലും 42, 44 ഒക്കെയാണ്. എല്ലാവരും വീഡിയോ കാണാൻ വരുമ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. അതുപോലെ അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പറ്റുന്നത്ര ഷെയറും ചെയ്യുക. ഇത് ഹൈദരാബാദ് എക്സ്പ്രസ് ഹൈവേ ആണ്. ഈ ഒരു 64 കിലോമീറ്റർ നമ്മൾ 110, 120 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ ഓടിച്ചത്. കാരണം ഇവിടെ ഒന്ന് സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി എക്സ്പ്രസ് ഹൈവേ കയറുന്നതിന് മുമ്പേ ഒന്ന് ഫുൾ ചാർജ് ആക്കിയിട്ടാണ് നമ്മൾ കയറിയത്. നമ്മൾ ആന്ധ്രാപ്രദേശ് കർണാടക ബോർഡറിൽ ഒരു ഹോട്ടലിൽ, ബ്ലൂ മൂൺ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോഴത്തേന് ഭയങ്കര ഇടിയും ഭയങ്കര കാറ്റും മഴയായി. പിന്നെ അവസാനം നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. നമ്മളവിടെ സ്റ്റേ ചെയ്ത് രാത്രിയിൽ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഒരു വണ്ടി ചാർജ് ചെയ്ത് നമ്മൾ പുറപ്പെട്ടു. നമ്മൾ 13ാമത്തെ ദിവസം ബാംഗ്ലൂർ എത്തി. നമ്മൾ തലേദിവസം എത്തണമെന്ന് വിചാരിച്ച സ്ഥലമാണ്. ഇതും കഴിഞ്ഞ് പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കർണാടക ബോർഡറിൽ കാലാവസ്ഥ നമ്മൾ തടഞ്ഞു. ബാംഗ്ലൂർ ടൗണിലോട്ട് വന്നപ്പോൾ ഇഷ്ടംപോലെ ഇലക്ട്രിക് ക്യാബ്സും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങോട്ട് പോയപ്പം ഒരു ബൈ റോഡ് വഴിയാണ് നമ്മൾ ആനന്ദപൂരിന് പോയത്. അതുകൊണ്ട് തിരിച്ചു വന്നപ്പം ടൗണിനകത്തൂടെ തന്നെ പോകാമെന്നുള്ളൊരു ധാരണയിൽ ടൗണിൽ കൂടെ തന്നെയാണ് ഫുൾ വണ്ടി ഓടിച്ചു പോകുന്നത്. നമുക്കിനി ഒരു ചാർജിങ് ചെയ്യാനായിട്ടുണ്ട്. അത് മുസൂർ റോഡിലോട്ട് കയറി കഴിയുമ്പോൾ ഒരു ഹോട്ടൽ, ഹിൽസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലുണ്ട്. 4 സ്റ്റാർ ആണെന്ന് തോന്നുന്നത്. അവിടെ ചാർജ് ചെയ്തിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ. രാത്രിയിൽ ത്രൂഔട്ട് ഓടിച്ച് പോകണമെന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ സേലം എടുക്കാറായി. അവിടെ ട്രൂസായിൽ ടാറ്റ മോട്ടോഴ്സിൽ ചാർജ് ചെയ്തതിന് ശേഷം ഡിണ്ടിഗലിലുള്ള വയാ ചാർജിങ്, PV ഗ്രാൻഡിലുള്ള വയാ ചാർജിങ്ങിൽ അടുത്ത് ചെയ്യുന്നത്. നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ചാർജിങ്ങും അവസാനത്തെ ചാർജിങ്ങും നമ്മൾ ചെയ്തത് കുട്ടിക്കാനത്തുള്ള ഗോയിസിയുടെ ചാർജിങ്ങിലാണ്. ഓപ്പൺ കിച്ചണിലുള്ള ഗോയിസി 8% ഇവിടെ വന്നപ്പം നമ്മൾ വഴിയിലെങ്ങും കിടക്കാതെ ഇവിടം വരെ എത്തിയിട്ട് പിന്നീട് വഴി കിടന്നാലോ എന്നുള്ള പേടിയുണ്ട്. ഇവിടുന്ന് കുറച്ച് ചാർജ് ചെയ്തിട്ട് നമ്മൾ ബാക്കി വീട്ടിലോട്ട്. അങ്ങനെ നമ്മുടെ 14 ദിവസത്തെ യാത്ര ഈ ഗേറ്റ് കയറുമ്പോൾ അവസാനിക്കും. നമ്മുടെ വീട്ടിലങ്ങനെ 14ാമത്തെ ദിവസം രാവിലെ 7 മണിയായപ്പോൾ നമ്മളെത്തി. ഇനിയും പുതിയ വീഡിയോകളോ വലിയ താമസിക്കാതെ വരുന്നതായിരിക്കും. ഇത്രയും ദിവസം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ളവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ വീഡിയോ, നമ്മൾ ചിലവും എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ ഒരു 2-3 ദിവസത്തിനകം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.